മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകി. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന 1 വർഷത്തിനുള്ളിൽ നടത്തണമെന്ന് മേൽനോട്ട സമിതി അറിയിച്ചു. കേരളത്തിന്റെ വാദം സുപ്രീം കോടതി അംഗീകരിച്ചു. വിനീത വിജി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, പുതിയ സാഹചര്യത്തിൽ വലിയ ആശങ്കകൾ ഉയർന്നിരിക്കുകയായിരുന്നു മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ എന്താണ് കേരളത്തിന് അനുകൂലമെന്ന് പറയാവുന്ന കോടതിയുടെ ഇടപെടലിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും വേണം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിധി അത് കേരളത്തിന് അനുകൂലം തന്നെയാണ്. ഈ ഒരു നിലവിലെ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലേക്കുള്ള ചില ആശങ്കകൾ നേരത്തെ തന്നെ കേരളം ഇതുമായി ബന്ധപ്പെട്ട മുൻപോട്ട് വച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഈ മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ പരിശോധന 1 വർഷത്തിനുള്ളിൽ അത് നടത്തണമെന്നുള്ളത് തന്നെയാണ് മേൽനോട്ട സമിതി അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിന്റെ വാദം അത് സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. കേരളം തുടക്കം മുതൽ തന്നെ ഈ പരിശോധന എത്രയും വേഗം നടത്തണം ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഒരു പരിശോധന നടത്തേണ്ട ആവശ്യം നിലവിൽ ഇല്ല എന്നുള്ളതായിരുന്നു തമിഴ്നാട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 2026 ഈ സുരക്ഷാ പരിശോധന നടത്തിയാൽ മതി എന്നുള്ളതായിരുന്നു തമിഴ്നാടിന്റെ വാദം. ആ വാദം കോടതി തള്ളിയിട്ടുമുണ്ട്. ഒപ്പം തന്നെ 2011 ഇതിനു മുൻപ് സുപ്രീം കോടതിയുടെ ഉന്നതാധികാര സമിതി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. വേണം ശരി, മുല്ലപ്പെരിയാറിൽ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. വിനീത തുടരുന്നുണ്ട്. വിനീത, ഈ തമിഴ്നാടിന്റെ വാദം എന്തൊക്കെയായിരുന്നു? ഇതിൽ ആദ്യഘട്ടത്തിൽ തമിഴ്നാട് മുന്നോട്ട് വെച്ചത് ഈ നിലവിൽ അങ്ങനെ ഒരു സുരക്ഷാ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമില്ല, അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്, ആവശ്യമായിട്ടുള്ള അങ്ങനെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളത് ഉൾപ്പെടെയായിരുന്നു തമിഴ്നാട് ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വെച്ചത്. അപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ 2026 മാത്രം മതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സുരക്ഷാ പരിശോധന എന്നുള്ളതായിരുന്നു തമിഴ്നാട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതേസമയം കേരളത്തിന്റെ ആശങ്കകൾ ഉൾപ്പെടെയാണ് കേരളം അവരുടെ ഭാഗത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. എത്രയും വേഗം പരിശോധന നടത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു എത്രയും വേഗം പരിശോധന നടത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു കേരളം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ വാദമാണ് ഇപ്പോൾ കോടതി അംഗീകരിച്ചിട്ടുള്ളത്. വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. മുല്ലപ്പെരിയാർ സുരക്ഷാ പരിശോധനയ്ക്ക് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. ഇടവേള.